വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ SFIക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ PTA പ്രസിഡന്റ് കുഞ്ഞാമു. ക്യാമ്പസിൽ SFIക്ക് കോടതി മുറിയുണ്ടെന്നും SFI അല്ലാത്തവർക്ക് കോളേജിൽ പ്രവർത്തിക്കാൻ അനുമതിയില്ലെന്നും മുൻ PTA പ്രസിഡന്റ് ആരോപിച്ചു. KSU അടക്കമുള്ള മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസിൽ ഉണ്ടാകാൻ പാടില്ലെന്നാണ് SFI നിലപാടെന്നും SFIയുടെ ക്രൂരതയുടെ ഇരയാണ് താനെന്നും വെളിപ്പെടുത്തി. ഹോസ്റ്റൽ മുറിയിൽ തന്റെ മകന്റെ ചോര കൊണ്ട് SFI സിന്ദാബാദ് എന്ന് എഴുതിവെച്ചെന്നും ഭീഷണിപ്പെടുത്തി SFI അംഗത്വം എടുപ്പിച്ചുവെന്നും കുഞ്ഞാമു പറഞ്ഞു. പ്രതികരിച്ചാൽ മകന്റെ വിദ്യാഭ്യാസം ഇല്ലാതാകുമെന്നും കരുതി മിണ്ടാതിരുന്നെന്നാണ് വ്യക്തമാക്കിയത്. റാഗിംഗ് ചെയ്തതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ മരിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് മുൻ PTA പ്രസിഡന്റിന്റെ ആരോപണം വരുന്നത്. അതേസമയം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്താനൊരുങ്ങുകയാണ് പോലീസ്. ഗൂഢാലോചനയ്ക്ക് വ്യക്തമായ തെളിവുകൾ അന്വേഷണത്തിൽ ലഭിച്ചതായും മർദ്ദനത്തിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണമുണ്ടെന്നും പോലീസ് അറിയിച്ചു. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നും മർദ്ദനത്തിന് മുമ്പും ഗൂഢാലോചന നടന്നതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. റിമാൻഡ് റിപ്പോർട്ടിൽ ഗൂഢാലോചനാ കുറ്റം ഉൾപ്പെട്ടത് വിമർശിക്കപ്പെടുകയാണ്. അതിനിടെ കേസിലെ പ്രതികളായ രഹാൻ, ബിനോയ്, ആകാശ് എന്നിവരുമായി പോലീസ് ക്യാമ്പസിനുള്ളിലെ കുന്നിൻ മുകളിൽ തെളിവെടുപ്പ് നടത്തുകയാണ്. 16-ന് രാത്രി 9 മണിക്ക് ശേഷം സിദ്ധാർത്ഥനെ ആദ്യം എത്തിച്ചു മർദ്ദിച്ചത് ഈ കുന്നിൻ മുകളിൽ വെച്ചായിരുന്നു. കൽപ്പറ്റ DYSP TN സജീവന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. അതിനിടെ പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് KSU MSF ഫ്രട്ടേണിറ്റി സംഘടനകൾ നടത്തുന്ന മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പോലീസുകാർ വളഞ്ഞിട്ട് തല്ലി. പ്രതിഷേധക്കാർ ബാരിക്കേഡിന്റെ മുകളിൽ കയറുകയും ബാരിക്കേഡ് ചാടിക്കടക്കുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. സർവകലാശാലയിൽ വലിയൊരു പോലീസ് സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത്. MSF ആണ് ആദ്യം മാർച്ച് നടത്തിയത്. തുടർന്ന് മറ്റ് സംഘടനകളുടെ മാർച്ച് നടക്കുകയായിരുന്നു. പോലീസിന് നേരെ കല്ലേറുണ്ടാവുകയും പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. 3 തവണയാണ് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. സംഘർഷത്തിൽ നിരവധി പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്കും മാറ്റി. പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് വിദ്യാർത്ഥി സംഘടനകൾ നിരാഹാര സമരമടക്കം നടത്തുന്നുണ്ട്. സിദ്ധാർത്ഥന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇതിൽ വൻ പ്രതിഷേധം യുവജന സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.